നമ്മുടെ യൂണിറ്റ് ഒന്ന് പരിചയപ്പെടുത്താവോ? എന്റെ യൂണിറ്റ് പാലമേൽ പഞ്ചായത്തിലാണ്. ഏത് ജില്ല? ആലപ്പുഴ ജില്ലയിൽ പാലമേൽ പഞ്ചായത്ത്. ശരി. നിങ്ങളുടെ എന്തൊക്കെ പ്രോഡക്റ്റ് ആണുള്ളത്? മെയിൻ ആയിട്ടുള്ളത് ഞങ്ങളുടെ കായമാണ്. കായമാണ്. അതിനൊപ്പം തന്നെ ചിപ്സ്. ശരി. പിന്നെ മീനച്ചാറ് ഉണ്ടല്ലേ? ഏത്തക്കോപ്പേരി. അത് എല്ലാം നിങ്ങൾ യൂണിറ്റി എന്നുള്ള ബ്രാൻഡിലാണ് ഉണ്ടാക്കുന്നത്? യൂണിറ്റിയാണ്. നിങ്ങൾ എത്ര ആളുകളാണ്? 4 പേര് ചേർന്ന് നടത്തുന്നത്. അപ്പൊ 4 ആള് നല്ല യൂണിറ്റിയിലാണോ? അതെ. ഞങ്ങൾ പാവം 4 സ്ത്രീകൾ ചേർന്ന് നടത്തുന്ന. ഓക്കെ. അപ്പൊ ഇപ്പൊ കായം തമിഴ്നാട്ടിലെ വലിയ വലിയ കമ്പനിയുമായിട്ട് മത്സരിക്കാൻ പോവാ ഇല്ലയോ? ഞങ്ങൾക്ക് അങ്ങനെ മത്സരമല്ല. ഞങ്ങൾക്കൊരു സ്വയം തൊഴിൽ. സ്വയം തൊഴിലിന് വേണ്ടി. അതെ, അതുകൊണ്ട് നല്ല യാതൊരു മായവും ചേരാതെ തന്നെ പരിശുദ്ധമായിട്ട് നമ്മൾ പരിശുദ്ധമായിട്ടുള്ള കായമാണ് അല്ലേ? അത് അത്യാവശ്യം നല്ല മണമുണ്ട്. നല്ല രുചിയുണ്ട്. നല്ല രുചിക്കൂട്ടുകളാണ്. ഇതിനകത്തിലൊരു 7-8 കൂട്ടം സാധനങ്ങൾ ചേർന്നിട്ടാണ് കാബൂളി, സാമന്തി, വീരനാസി അങ്ങനെയുള്ള ഐറ്റങ്ങൾ ചേർന്നിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അല്ലേ? അതെ, നല്ല രുചി. കട്ടക്കായം ഉണ്ട്, അതേപോലെ പൗഡറുണ്ട്, പൊടിക്കായം ഉണ്ടല്ലേ? ശരി. ഇതെങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യുന്നത് ഈ സാധനം? ഞങ്ങൾ തന്നെയാണ് സെയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എക്സിക്യൂട്ടീവിനെ വെക്കാനുള്ള സാമ്പത്തികം ഞങ്ങൾക്ക് ആയിട്ടില്ല. ഒരു 7 മാസം ആയതേ ഉള്ളൂ ഞങ്ങൾ തുടങ്ങിയിട്ടല്ലേ? നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. അല്ല, ഇപ്പൊ ഇതുപോലെ കുടുംബശ്രീ മേളകളെല്ലാം പങ്കെടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ കുടുംബശ്രീയുടെ വിൽക്കാൻ വേണ്ടി അവിടെ സ്റ്റാളുകൾ വല്ലതും ഉണ്ട്. ഞങ്ങള് എല്ലാ പാലമേൽ പഞ്ചായത്തിൽ നിന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പോകുന്നുണ്ട്. ഓക്കെ, ശരി. അങ്ങനെയാണ് അല്ലേ? കൊടുക്കുന്നുണ്ട് അല്ലേ? സെയിൽ ചെയ്യുന്നല്ലയോ? മറ്റു 2 ആള് പോകും. അങ്ങനെ 4 പേര് നല്ല ഒത്തൊരുമയായിട്ട് തന്നെ കായം ഉണ്ടാക്കുന്നുണ്ടല്ലേ? പഞ്ചായത്തിന്റെ നല്ല രീതിയിലുള്ള സപ്പോർട്ടുകൾ ഞങ്ങൾക്ക് ഉണ്ടല്ലേ? ഓക്കെ. അപ്പൊ ഈ കായൊക്കെ നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട്? ഓർഡർ എടുക്കുന്നത് പോയിട്ടുണ്ടല്ലേ? ഗൾഫ് നാട്ടിലൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. പിക്കിൾസ് ഐറ്റം വെക്കുന്നു? പിക്കിൾസ് ഞങ്ങൾക്ക് നെല്ലിക്ക അച്ചാറുണ്ട്. നെല്ലിക്ക ഉണ്ട്, നാരങ്ങയുണ്ട്, മാങ്ങ അച്ചാറുണ്ട്. ശരി. നാരങ്ങ അച്ചാറുണ്ട്, മീനച്ചാറുണ്ട്. മീനുണ്ടല്ലേ? അത് മീൻ എന്ത് മീനാണ്? കേരച്ചൂര. ഓക്കെ, ശരി. ഇഷ്ടംപോലെ ആൾക്കാരിൽ നിന്ന് ഞങ്ങൾക്ക് ഓർഡർ കിട്ടുന്നുണ്ട്. നല്ല അഭിപ്രായമാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഡിമാൻഡ്. അതെ. വന്നോണ്ടേയിരിക്കും അല്ലേ? ഇതെന്താണ് ചക്കക്കുരു? ചക്കക്കുരു ആൾക്കാർക്ക് കട്ട് ചെയ്യാൻ ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. ആൾക്കാർക്ക് ബുദ്ധിമുട്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് കൊണ്ടുപോയിട്ട് ഫ്രഷ് ആയിട്ട് കൊണ്ടുപോയി മസാല വരട്ടുക, വറക്കുക, ഉപയോഗിക്കുക. എന്റെ മമ്മിക്കൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. ഇതൊക്കെ തന്നെ പണി. പാവയ്ക്ക കൊണ്ടാട്ടം കൊണ്ട് ഉണങ്ങിയതാണ്. ഇത് എണ്ണ ശകല ഒഴിച്ചിട്ട് ചൂടാക്കി അതിലോട്ട് ഒഴിച്ച് വറുത്തെടുക്കുക. ശരി. കപ്പപ്പൊടി ആ സാധനമേ ഇല്ല. ഓക്കെ. ശരി. നിങ്ങൾ മില്ലറ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ലേ? ഇപ്പൊ എല്ലാരും മില്ലറ്റിന്റെ പിന്നാലെയാണ്. ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾ 7 മാസമല്ലേ ആയുള്ളൂ, സമയമുണ്ട്. മില്ലറ്റ് പെട്ടെന്ന് തന്നെ നമ്മള് ചോളം ഉണ്ട്, ഇതിനകത്തില് മറ്റേ റാഗിപ്പൊടിയുണ്ട്. 2 ഐറ്റം ഉണ്ട്. ഓക്കെ. ശരി. അല്ല, ഈ കായം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു മാർക്കറ്റ് കിട്ടുന്ന ഒരു ഐറ്റമാണ്. കാരണം ഇപ്പൊ ഞങ്ങള് ബ്രാൻഡ് ഞാൻ പറയുന്നില്ല, പല കായവും വീട്ടിൽ വാങ്ങാറുണ്ട്. വാങ്ങുമ്പോൾ ആ മണമില്ല. സാമ്പാറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ 2 വിസിൽ അടിച്ചാൽ പിന്നെ ഒന്നുമില്ല. കഴിക്കുന്ന സമയത്ത് ഒരു ഫ്ലേവർ നല്ല അഭിപ്രായമാണ്. ഇല്ല. ഓക്കെ. ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ ആളുകൾ കോൺടാക്ട് ചെയ്തോ. ശരി. ഓക്കെ. താങ്ക് യു.